ഈ പ്രോബ്ലം കൂടുതൽ ഉണ്ടാക്കിയിരുന്നത് നൂറയുടെ ഫാമിലിയിൽ നിന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കി. അവിടെ നിന്നാണ് കൂടുതൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. മാത്രമല്ല നൂറ ഉമ്മയെ ഉമ്മ എന്നൊന്നും വിളിക്കാറില്ല, വേറെ എന്തൊക്കെയാണ് വിളിക്കാറ്. അത്രയും ദേഷ്യമാണ് അവര്. ഞാനെപ്പോഴും ചോദിക്കാറുണ്ട്, ഒന്നല്ലെങ്കിൽ ഉമ്മയല്ലേ ഇങ്ങനെയൊക്കെ വിളിക്കാമെന്ന് ഞാൻ വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പറയും അത് ഇക്കാക്ക പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയും. ഭയങ്കര ദേഷ്യമായിട്ട് മാറിയിട്ടുണ്ട്, ഒരു വെറുപ്പ് പോലെ. അതൊരു പേടിയൊക്കെ ആയിട്ടാണ് അത് നിലനിൽക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറി. അതെ അതെ. അപ്പൊ അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ആരായാലും പിന്നെ ഉമ്മാന്നൊന്നും വിളിക്കൂലല്ലോ. രണ്ടുപേരും ക്ലോസ് ഫാമിലി റിലേറ്റീവ്സിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഈ തരത്തിലുള്ള ഹറാസ്മെൻറ്റ്സ്, അത് ഈവൻ സെക്ഷൽ ആയിട്ടുള്ള ഹറാസ്മെൻറ്റ്സ് വരെ ഫേസ് ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമങ്ങൾ, അതിപ്പോൾ ഇതിനൊക്കെ ശേഷം നമ്മൾ ഈ ഒരു രീതിയിൽ അവർ ജോലിയൊക്കെ കണ്ട് മാറിയതിന് ശേഷവും അവരുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഗുണ്ടകളെ ഏർപ്പാടാക്കിയതിൻ്റെ വിവരം അറിയുന്നു, അങ്ങനെയൊക്കെയുള്ള ഈ കൊട്ടേഷൻ കൊടുക്കുന്ന പരിപാടി, ഇതൊക്കെയാണ് അവിടെ വീട്ടുകാർ ചെയ്യുന്നത്. അപ്പോൾ സ്വന്തം മക്കളെ അവരെങ്കിലും ജീവിക്കട്ടെ എന്ന് വിചാരിക്കുന്ന രീതിയല്ല. ഒരു അഭയം ചോദിക്കുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സ്വന്തം വീടാണ്. ആ വീടാണ് ആദ്യത്തെ നമ്മളെ ശത്രുക്കളായിട്ട് മാറുന്നതെന്ന് വരുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? നൂറയാലും അതിലാണെങ്കിൽ അവരുടെ സഹോദരങ്ങളോടൊക്കെ അവർ വലിയ സ്നേഹത്തിൽ തന്നെയാണ്. അവർ ഇടയ്ക്ക് വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യാറുണ്ട്. അവരുടെ സിസ്റ്ററും ഒക്കെ വിളിക്കുന്നതൊക്കെ എനിക്കറിയാം. പാരൻസും അവരുടെ മറ്റ് ചില ബന്ധുക്കളൊക്കെയാണ് ഇതിലെ വിഷയം. അതവിടെ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പം ഈവൻ എന്തോ ഫാമിലി റൗണ്ടിൽ അവർ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്തിട്ട് പോലും അവർ വന്നില്ല എന്നൊക്കെയാണ് അറിയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? അവർക്ക് ഇത്രയും സ്നേഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ചെല്ലല്ലേ വേണ്ടത്. ഈ രണ്ട് വ്യക്തികൾ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ അതിലാര് വിജയിച്ച് വരികയാണെന്നുണ്ടെങ്കിലും അത് ഒരാളുടെ ഒരു എഫേർട്ട് എന്നുള്ളതിനേക്കാൾ ഉപരി അവർ ആ മ്യൂച്വലി സപ്പോർട്ട് ചെയ്ത് നിന്ന് അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സക്സസ് ആണ്. അപ്പോൾ ഇതൊരു നല്ലൊരു സർവൈവൽ സ്റ്റോറി ആയിട്ട് ഇത് ഇവിടെ നിലനിൽക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഹോമോസെക്ഷൽ ആകാൻ ഉള്ള സാധ്യത, ആ ട്രേറ്റ്സ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അവരായിരിക്കും. കണ്ടതുകൊണ്ട് ഒരാളാവുന്നൊന്നുമില്ല. കാര്യമായിട്ട് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് കുട്ടികൾക്കാണെങ്കിലും പറഞ്ഞു കൊടുക്കുക, ഇന്നതാണ്, അങ്ങനെ ഉണ്ടല്ലേ. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ അവർ വളർന്നു വലുതാകുമ്പോൾ ഏതെങ്കിലും ഒരു കപ്പിൾ ഇതേപോലെ ഹോമോസെക്ഷൽ ആയിട്ടുള്ള കപ്പിൾ വരുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഇത് ഹോമോസെക്ഷൽ ആണ്. അത്രേ ഉള്ളൂ. 15 വർഷത്തെ വിശ്വാസം, ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. സ്റ്റഡി അബ്രോഡ്. ഹായ്, ഹലോ എവ്രിവൺ, വെൽക്കം ടു ദി ഷോ. എല്ലാ കൊല്ലത്തെയും ബിഗ് ബോസ് കഴിയുമ്പോൾ കുറേ അധികം പുതിയ മുഖങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും. പക്ഷെ എല്ലാവരെയും എക്കാലവും ഒന്നും നമ്മൾ ഓർത്തിരിക്കണം എന്നൊന്നുമില്ല. പക്ഷെ ഇത്തവണത്തെ ബിഗ് ബോസിൽ നമ്മൾ എല്ലാവരുടെയും മൈൻഡിൽ നിൽക്കാൻ പോകുന്ന 2 കണ്ടസ്റ്റൻസ് ഉണ്ട്, ആദിലയും നൂറയും. അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരു പേഴ്സൺ ആണ് ഇന്ന് എൻ്റെ കൂടെ ഗസ്റ്റ് ആയിട്ടുള്ളത്, ആരിഫ് ഹുസൈൻ. വെൽക്കം ടു ദി ഷോ. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ആദില ആൻഡ് നൂറ 2 പവർഫുൾ കണ്ടസ്റ്റൻസ് ആണ് ബിഗ് ബോസിലെ. അപ്പോൾ ഇവരെ എങ്ങനെയാണ് ലൈഫിൽ പരിചയപ്പെടാനുണ്ടായിരുന്ന ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? സത്യം പറഞ്ഞാൽ അവർ ബിഗ് ബോസിൽ പോകുന്ന സമയത്തും അതിന് മുന്നേ ഒക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഇത്രയും ദിവസം നിൽക്കും എന്നുള്ള ധാരണയൊന്നും അവർക്ക് പോലും ഇല്ല, എനിക്കുമില്ല. പോയി നോക്ക്, ഒരാഴ്ചയൊക്കെ നിന്നിട്ട് പോരെ, എത്രയും പെട്ടെന്ന് തിരിച്ചു വന്നോ എന്ന് പറഞ്ഞാണ് വിട്ടത്. പക്ഷെ ഞാൻ പിന്നെ അത് അങ്ങനെ ഫുൾ ടൈം വാച്ച് ചെയ്യുന്ന ആളൊന്നുമല്ല. പക്ഷെ ഇങ്ങനെ കുറച്ച് ആളുകളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് അവിടെ എന്താ നടക്കണമെന്ന് അറിയാനും ഒക്കെ വേണ്ടിയിട്ട്. നമുക്ക് സമയം ഒരു പരിമിതി ഉള്ളതുകൊണ്ട് പിന്നെ വോട്ട് ചെയ്യാനും നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ നടത്തും. അപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൽ ഈ ഒരു സംഗതി ഇത് എങ്ങനെ പരിചയപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ലല്ലോ നമ്മൾ പരിചയപ്പെടുന്നത്. അത് ആ ഒരു സാമൂഹിക സാഹചര്യം ഉണ്ടായിരുന്നു അന്നത്തെ ആ ഒരു കാലം, അവർ ആ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തിരുന്ന സമയത്ത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇത് കാണുമ്പോൾ അവർക്ക് എന്താണ് അവരുടെ കാര്യം എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. അപ്പോൾ അവർ ഓൾറെഡി വേറൊരു ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു റെഫ്യൂജ് കണ്ടെത്തിയിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ അവരുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തു, എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാമെന്നുള്ള ഒരു ഇത് കൊടുക്കുന്നു. അങ്ങനെയാണ് അവരുമായിട്ട് കണക്ട് ചെയ്യുന്നതും കാര്യങ്ങൾ കൂടുതൽ ചോദിച്ചറിയുകയും പിന്നെ ബാക്കിയൊക്കെ പിന്നെ അവരുടെ എന്താണോ നീഡ്സ് അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്തു. പിന്നെ ഇതിലൊരു സന്തോഷം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഏതൊരു കാര്യത്തിൽ നമ്മൾ പറയാറുണ്ടല്ലോ, ഇപ്പോൾ ഒരു ഇങ്ങനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു സാധനം പറയുമൊന്നുമല്ല. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, അതൊരു മാനിപ്പുലേഷനാണ്, അതൊരു ടോക്സിക് ആയിട്ടുള്ളൊരു സാധനമാണെന്നാണ് ഞാൻ പറയുക. അപ്പോൾ ഇവിടെ നമ്മളെ സന്തോഷം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സപ്പോർട്ട് അവർ സ്വീകരിച്ച് എന്നും ആ സപ്പോർട്ട് കൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകാമെന്നല്ല അവർ ഒരിക്കലും കരുതിയിരുന്നത്. അത് എത്രയും പെട്ടെന്ന് ആ സപ്പോർട്ട് കട്ട് ചെയ്തിട്ട് സ്വന്തം കാലിൽ എങ്ങനെ നിൽക്കാം എന്നതിൽ വളരെയധികം ഫോക്കസ്ഡ് ആയിട്ടുള്ള വളരെ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള 2 പേരാണ് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ ജോലി കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളെ കൊണ്ടാവുന്നത് ചെയ്യുന്നു. അവർ പിന്നെ ആ സമയത്തിന് ശേഷം എനിക്ക് തോന്നുന്നു വിതിൻ മന്ത്സ് അവർ സെറ്റിൽ ആവുന്നൊരു അവസ്ഥയിലേക്ക് വരികയാണ്.
മീൻസ് ആ ഒരു ഫൈനാൻഷ്യൽ നീഡ്സ് ആയാലും അവർ മറ്റുള്ള കാര്യങ്ങൾ, പിന്നെ അവർ സ്വന്തം ജോലിയിലേക്ക് കയറുകയാണ്. പിന്നെ നമ്മൾ ആ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞ് പിന്നെ ആ ഭാഗത്തേക്ക് പോകേണ്ടി വന്നിട്ട് പോലുമില്ല. ഉള്ളത് പറയണേ പ്ലസ് 1 പഠിക്കുമ്പോൾ ഇവര് സ്റ്റാർട്ട് ചെയ്ത ഒരു റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ അന്ന് തൊട്ട് ഈ ഒരു ഡിറ്റർമിനേഷൻ ഇവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുണ്ടാവണമല്ലോ. അതിപ്പോ ഓരോ ആളുകളുടെ ഇപ്പോഴും അവർ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ അവിടെയാണെങ്കിലും പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ഡിറ്റർമിനേഷൻ ഉള്ളതുകൊണ്ടാണല്ലോ അവർക്ക് അതിനകത്ത് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഈ ഒരു ഘട്ടത്തിൽ പോലും ഇങ്ങനെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുമ്പോഴും അവർ ആ സംഗതിയെ ഓവർകം ചെയ്യേണ്ടത് എങ്ങനെയാന്നുള്ളത് സംബന്ധിച്ചും അവർക്കൊരു ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. അപ്പം അതൊരു ഈ ഒരു ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകളുടെ ജീവിതം എന്നുള്ളതിനേക്കാൾ ഉപരി മനുഷ്യരായിട്ടുള്ള എല്ലാ ആളുകളും കണ്ടുപിടിക്കേണ്ട ഒരു ട്രൈറ്റ് ആണത്. സാധാരണ അതല്ല കാണാറ്. ഇപ്പോൾ ഒരു സഹായമൊക്കെ ആർക്കെങ്കിലും കൊടുക്കുക, എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ കിട്ടുക എന്നുള്ളൊരു ലൈനാണ് പൊതുവെ. അതല്ല ഇവർ ചെയ്തത്. ഇവർ ആ കാര്യത്തിലൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ ആ ഒരു നമ്മൾ ICUവിൽ എന്നും കിടക്കൂലല്ലോ. ICUവിൽ കിടക്കേണ്ട അത് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പുറത്തിറങ്ങി നോർമൽ ജീവിതത്തിലേക്ക് പോകണം എന്നുള്ള ഒരു ഡിറ്റർമിനേഷൻ അത് അവർ ഭംഗിയായിട്ട് ചെയ്ത രണ്ടുപേരാണ്. ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അവർ അവരുടെ കാര്യമായിട്ട് അപ്പോഴാണ് നമ്മളിതൊക്കെ പറയേണ്ടി വരുന്നത് ചില കാര്യങ്ങൾ. കാരണം അങ്ങനെ അവരുടെ കാര്യമായിട്ട് ജീവിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ബാക്കിയുള്ള ആളുകൾ അതിൽ ചൂഴ്ന്ന് അന്വേഷിച്ച് അവിടെ എന്താണ് ഇവിടെ എന്താണ്, അവരെന്തിനാ അങ്ങനെ നോക്കിയത്, അവരെന്തിനാ ഇങ്ങനെ നടക്കുന്നത്, ഇതൊക്കെ ചോദിച്ച് അതിന് പിന്നാലെ നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ആ സമയത്ത് അവരുടെ ഫാമിലിയിൽ നിന്ന് ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടായപ്പോൾ ചില പോലീസ് കേസും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വരുമ്പോൾ അതിനുള്ള കാര്യങ്ങൾ പിന്നെ ആസ് യൂഷ്വൽ ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെയുള്ളതൊക്കെ മുന്നോട്ട് പോകും. ഇടയ്ക്ക് ഭക്ഷണം കഴിക്കും പുറത്ത് പോയിട്ട്. അതൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഓക്കെ. ശരിക്കും അവരെ ഈ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് ഇപ്പോൾ താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്? ഇങ്ങനെ ഒരു കപ്പിളാണ്, ലെസ്ബിയൻ കപ്പിളാണ്, അവരുടെ സൊസൈറ്റി ഓർത്തഡോക്സ് സൊസൈറ്റിയിൽ നിന്ന് വരുന്ന ഒരു 2 പേരാണ്. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് ഇപ്പോൾ താങ്കൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? ഒരിക്കലും ഇല്ല. കാരണം നമ്മൾ പ്രതിദാനം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത്തീസ്റ്റുകളുടെ അതുപോലെ സ്വതന്ത്ര ചിന്തകരുടെ ഒരു ഗ്രൂപ്പാണ്. അവിടെ ഈ സംഗതി എന്താണെന്ന് ഒരു മിനിമം ധാരണയുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ അടുത്തൊന്നും പോയിട്ട് നിങ്ങൾ ഈ ഹോമോഫോബിയ ചിലവാക്കാൻ നോക്കിയാൽ നടക്കില്ല. കാരണം നമുക്കറിയാം ഇതെങ്ങനെയാണ് സമൂഹത്തിൽ, ഇത് ബയോളജിക്കലി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു നോർമൽ ആയിട്ടുള്ള സാധനമാണ്. ഒരു ഇഷ്യൂവോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം എന്ന് പോലും വിളിക്കാൻ പറ്റില്ല. ഇതൊരു അസുഖമായിട്ടോ, ഇത് ചില ആളുകൾ പറയും ഹോർമോൺ ഇഷ്യൂ, അങ്ങനെയൊന്നുമല്ല. ഇത് ഇഷ്യൂ അല്ല. അത് ഇപ്പം നമുക്ക് എങ്ങനെയാണോ ഹെട്രോസെക്ഷൽ ആവുന്നത് അതേപോലെ അവർ മറ്റൊരു ട്രൈറ്റ്, അത്രയേ ഒരു സംതിങ് ഡിഫറെൻറ്റ്, അത്രയേ ഉള്ളൂ. ആ ഒരു സംഗതി ഉൾക്കൊള്ളുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവരുടെ മുന്നിൽ ഇങ്ങനെ ഒരു ആളുകളുണ്ട്, അവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ടില്ല. എന്ന് മാത്രമല്ല ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങനെ ഒരു ഡിറക്റ്റ്ലി അങ്ങനെ ഒരു ഇത് സപ്പോർട്ട് കൊടുത്തത് ആദ്യത്തെ 2 പേര് ഇവരായിരിക്കും. ഇതിന് ശേഷവും നമ്മൾ 2-3 പേർക്ക് ഇതുപോലെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ചെയ്തിട്ടുമുണ്ട്. 2-3 അല്ല, അതിൽ കൂടുതൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. കാരണം പിന്നീട് ഇത് ഇവർ വന്നതിന് ശേഷം ഒരുപാട് ആളുകൾക്ക് ഇത് ഇങ്ങനെ ചെയ്യാം, ഇതൊരു നോർമൽ സംഭവമാണ് എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ അതിനു വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരും ഇവർ ത്രൂവും അല്ലാതെയും നമ്മളെ അപ്രോച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ അറിയുമ്പോൾ നേരെ അങ്ങോട്ട് പോയിട്ടും നമ്മളത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ഒരു കപ്പിൾ ഇതേപോലെ അവർ അതിൽ പഠിക്കുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി. അത് നമ്മളുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള ചില ആളുകളാണ് അവർക്ക് വേണ്ടിയിട്ട് ഫീസ് കൊടുക്കുന്നതും അങ്ങനെയുള്ള രീതിയിലൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ ഇവിടെ യൂഷ്വലി നടക്കുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രോബ്ലം ആയിട്ടൊന്നും നമുക്കൊരിക്കലും എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ തെറിവിളി ഇതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും. പിന്നെ നമുക്കത് ശീലമായതുകൊണ്ട് അത് കുറഞ്ഞു പോകുമ്പോഴേ നമുക്ക് പ്രശ്നമുള്ളൂ. ശരിക്കും നമ്മളെല്ലാവരും ഇപ്പം കുറെ നാളുകളായിട്ട് കണ്ടതാണ് അവരുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഉള്ളത്. കുറേയൊക്കെ ഐഡിയ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്നാലും ആദിലയുടെയും നൂറയുടെയും ലൈഫിൽ അത്രയും ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് താങ്കൾ. അപ്പം ശരിക്കും എന്തായിരുന്നു അവരുടെ ലൈഫിൽ സംഭവിച്ചെന്നുള്ളത് ഒന്ന് പറയാൻ പറ്റും? ചേർന്ന് നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇനി അവരങ്ങനെ കരുതുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതിപ്പോൾ കഴിഞ്ഞ ഏതോ ഒരു ഇന്റർവ്യൂവിലാണ് ഇത് സംഭവിക്കുന്നത്. അവരെൻ്റെ അടുത്ത് വേറെ എന്തൊക്കെയോ ചോദിക്കാനെന്ന് പറഞ്ഞാൽ വന്നത്. അവസാനം പറഞ്ഞു വന്നപ്പോൾ ഇത് മാത്രമായിപ്പോൾ. ഇതെനിക്കറിയില്ലായിരുന്നു. അങ്ങനെയാണ് അതിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ പിന്നെ ഇത് പറയേണ്ടി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു അവകാശവാദമൊന്നും എനിക്കില്ല. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ചേർന്ന് നിൽക്കുന്നു, അങ്ങനെയൊന്നുമില്ല. ആസ് യൂഷ്വൽ അവരുടെ ഒരു കണക്ഷൻ നെറ്റ്വർക്കിൽ മേ ബി അവർക്ക് അങ്ങനെ ഒരു പ്രയോറിറ്റി ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കുമല്ലോ ചിലപ്പോൾ എന്തോ പേര് പറഞ്ഞു എന്നൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതങ്ങനെ പറഞ്ഞുള്ളൂ. അല്ലാതെ നമുക്കങ്ങനെ ഒരു അവകാശവാദമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ആസ് യൂഷ്വൽ ഈ ഒരു ഹോമോസെക്ഷൽസ് ആവുമ്പോൾ എങ്ങനെയാണോ നമ്മളെ സമൂഹം സ്വീകരിക്കാതിരിക്കുന്നത് അത് അവർ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ ആ ഒരു ഏർലി അഡോപ്റ്റർ ആയതുകൊണ്ട് ഈ ഒരു സംഗതിയിൽ അതിൻ്റെതായിട്ടുള്ള ഇഷ്യൂസ് ഇന്റൻസിറ്റി കൂടുതലായിരുന്നു അവർ ഫേസ് ചെയ്തത്. എന്ന് വെച്ചാൽ സപ്പോർട്ട് സിസ്റ്റം വളരെ
പൂറായിട്ട് നിൽക്കുന്ന ഘട്ടത്തിലാണ് അവർ കടന്നു വരുന്നത്. അതായത് ഇപ്പോൾ ഒരു പുതിയൊരു സാധനം വരുമ്പോൾ ആദ്യമായിട്ട് വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു അന്താളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന പോലെ ഇവർ ഈ സംഗതിയുമായിട്ട് ആദ്യമായിട്ട് നമ്മുടെ സമൂഹത്തിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ റിപ്പർക്കഷൻസ് അത് കുറച്ച് കൂടുതലാണ്. അത് സ്വന്തം വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും പിന്നെ സോഷ്യൽ മീഡിയയിലും എവിടെ നോക്കിയാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. രണ്ടുപേരും ക്ലോസ് ഫാമിലി റിലേറ്റീവ്സിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഈ തരത്തിലുള്ള ഹറാസ്മെൻറ്റ്സ്, അത് ഈവൻ സെക്ഷൽ ആയിട്ടുള്ള ഹറാസ്മെൻറ്റ്സ് വരെ ഫേസ് ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ആ ഒരു സംഗതി പോലെ അത് ഇതിൻ്റെ പേരിൽ ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ആണുങ്ങൾ എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് എന്നുള്ള ഒരു ധാരണ. അപ്പോൾ അത് അങ്ങനെ ചെയ്ത അതൊരു തെറാപ്പി ആയിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്താൽ ഇത് ശരിയാവുന്നുള്ളൊരു തെറ്റിദ്ധാരണ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ പിന്നെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമങ്ങൾ അതിപ്പോൾ ഇതിനൊക്കെ ശേഷം നമ്മൾ ഈ ഒരു രീതിയിൽ അവർ ജോലിയൊക്കെ കണ്ടു മാറിയതിന് ശേഷം അവരുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഗുണ്ടകളെ ഏർപ്പാടാക്കി അതിൻ്റെ വിവരം അറിയുന്നു, അങ്ങനെയൊക്കെയുള്ള ഈ കൊട്ടേഷൻ കൊടുക്കുന്ന പരിപാടി ഇതൊക്കെയാണ് അവിടെ വീട്ടുകാർ ചെയ്യുന്നത്. അപ്പോൾ സ്വന്തം മക്കളെ അവരെങ്കിലും ജീവിക്കട്ടെ എന്ന് വിചാരിക്കുന്ന രീതിയല്ല അത് ആണ് നമ്മളിതിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതൊരു എളുപ്പമല്ല അത് സർവൈവ് ചെയ്ത് പോകുക എന്ന് പറയുന്നത്. കാരണം നമ്മളെപ്പോഴും ആലോചിക്കാറുണ്ട്, ഇപ്പോൾ നമുക്കൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെല്ലുക ഒരു അഭയം ചോദിക്കുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സ്വന്തം വീടാണ്. ആ വീടാണ് ആദ്യത്തെ നമ്മളെ ശത്രുക്കളായിട്ട് മാറുന്നതെന്ന് വരുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? അവിടെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ഈവൻ ക്ലോസ് ഫ്രണ്ട് സർക്കിളിൽ അവരുടെ തന്നെ അനുഭവത്തിൽ ചില ആളുകൾ ഇവരുടെ ഈ ഐഡൻറ്റിറ്റിയുടെ പേരിൽ ഒരു ഡിസ്ക്രിമിനേഷൻ കാണിച്ച് അതിൻ്റെ പേരിൽ വീട് താമസം മാറുന്ന അതിനു വേണ്ടി ചെയ്യേണ്ട അവസ്ഥ പോലെ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് ശരിയല്ല എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ ഇവർ ചില ഒരു കുഴപ്പക്കാരാണോ എന്നുള്ളൊരു സംശയം, അപ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ താമസം മാറേണ്ടി വന്നിട്ടുണ്ട്, ലൊക്കേഷൻ ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇനിയൊക്കെ അത് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഓൾറെഡി, ഇനിയും ഒരുപാട് മാറും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. ശരിക്കും ഇപ്പം പറഞ്ഞ പോലെ തന്നെ സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്ത് കാണേണ്ട ആളുകൾ വരെ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ച അവസ്ഥ വന്നിട്ടുണ്ട് ഇവർക്ക്. അപ്പോൾ ശരിക്കും ആദില ഒരു സ്റ്റാൻഡ് എടുത്തത് കൊണ്ടല്ലേ? കാരണം ആദിലയാണ് എനിക്ക് തോന്നുന്നു ഹേബിയസ് കോർപ്പസ് ഉൾപ്പെടെ കൊടുത്ത് നല്ലൊരു സ്റ്റാൻഡിൽ നിന്നത് ആദിലയാണ്. അപ്പം അങ്ങനെ ഒരു ആദില നിന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ റിലേഷൻഷിപ്പ് എവിടെ എത്തിയേനെ? അതാ ഇപ്പോൾ അതിപ്പോൾ ഈ ഹോമോസെക്ഷൽ ആയതുകൊണ്ട് മാത്രമല്ല, ഇപ്പോൾ ഈവൻ ഒരു ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള റിലേഷനിലാണെങ്കിൽ പോലും ഇപ്പോൾ ഒരു പാർട്ട്ണറുടെ കാര്യത്തിൽ കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ട് മറ്റേ ആൾ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് അവിടെ സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ടതാണ്. ഇവിടെ ആ റോള് വന്നത് ആദിലയുടെ അടുത്തായിരുന്നു, അതിലത് ഭംഗിയായിട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടാവും, സ്വാഭാവികമാണ്. അതിപ്പോൾ ഏത് റിലേഷനിലും അങ്ങനെ ആവാം. അപ്പോൾ അത് എല്ലാത്തിലും ഈവൻ ഫ്രണ്ട്ഷിപ്പിൽ പോലും സംഭവിക്കുന്ന കാര്യമാണല്ലോ. ഇപ്പോൾ 2 പേരുണ്ടാവും അല്ലെങ്കിൽ 3 പേരുണ്ടാവും. അപ്പോൾ ഇതിൽ അങ്ങനെ ഒരു റോള്, അപ്പോൾ അത് ഒരു റെസ്പോൺസിബിലിറ്റി അവോയ്ഡ് ചെയ്ത് പോകുന്നതിന് പകരം അത് സ്വയം ഏറ്റെടുക്കുന്ന ഒരു രീതി ആൾ കാണിച്ചിട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് കാണിക്കാം. മാത്രമല്ല അവിടെ മറ്റൊരു കാര്യം, അതിലത് ചെയ്തു എന്നതിനേക്കാൾ ഉപരി ഈ പ്രോബ്ലം കൂടുതൽ ഉണ്ടാക്കിയിരുന്നത് നൂറയുടെ ഫാമിലിയിൽ നിന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ നിന്നാണ് കൂടുതൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത്. മാത്രമല്ല നൂറ ഉമ്മയെ ഉമ്മാന്നൊന്നും വിളിക്കാറില്ല, വേറെ എന്തൊക്കെയാണ് വിളിക്കാറ്. അത്രയും ദേഷ്യമാണ് അവർക്ക്. അങ്ങനെയാണ് അവർ. ഞാനെപ്പോഴും ചോദിക്കാറുണ്ട്, ഒന്നല്ലെങ്കിൽ ഉമ്മയല്ലേ ഇങ്ങനെയൊക്കെ വിളിക്കാമെന്ന് ഞാൻ വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പറയും അത് ഇക്കാക്ക പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയും. അന്ന് ഇനി മനസ്സിലാവേണ്ടെന്ന് പറയും. കാരണം അങ്ങനെ ഒരു ഭയങ്കര ദേഷ്യമായിട്ട് മാറിയിട്ടുണ്ട്, ഒരു വെറുപ്പ് പോലെ, അതൊരു പേടിയൊക്കെ ആയിട്ടാണ് അത് നിലനിൽക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറി. അതെ. അപ്പൊ അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ആരായാലും പിന്നെ ഉമ്മാന്നൊന്നും വിളിക്കൂലല്ലോ. അതാണ് അവിടെ കേട്ടിരിക്കുന്നത്. അവരെ അങ്ങനെ വിളിക്കാറില്ല. ലീഗലി ഈ പറഞ്ഞ പോലെ അബ്യൂസ് ചെയ്ത കാര്യങ്ങൾക്കൊക്കെ ഇവര് ലീഗലി മൂവ് ചെയ്തിരുന്നോ? പലതിനും മൂവ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും സക്സസ്ഫുള്ളി അത് ചെയ്തത് ആദ്യത്തെ ഇഷ്യൂ വന്ന സമയത്ത് തന്നെയാണ്. പിന്നെ അതിനുശേഷം അധികം ഒന്നും വേണ്ടി വന്നിട്ടില്ല. പക്ഷെ എപ്പോഴും അത് ലീഗൽ ഹെൽപ്പ് അവർ സോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പോലീസിൽ പരാതി കൊടുക്കുക അങ്ങനത്തെ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പോലീസിൽ കൊടുക്കുമ്പോൾ പോലും പലപ്പോഴും പോലീസുകാർ ഈ ഫാമിലി ആയിട്ട് ചേരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിനും അധികം നിൽക്കാതെ അതാണ് ഉണ്ടായത്. അങ്ങനെയും അവരുടെ ഒരു അനുഭവം ഉണ്ടത്. കാരണം അവർ പെട്ടെന്ന് ഫാമിലി, ഈവൻ പോലീസുകാർക്ക് അറിയില്ലല്ലോ ഈ സംഭവം എന്താണ്. അപ്പോൾ പോലീസുകാർ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പൊതുവെ. ഈ നിയമം കൈകാര്യം ചെയ്യേണ്ട ആളുകൾ അവർക്ക് ഈ സാധനത്തെക്കുറിച്ച് ധാരണയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് നിങ്ങൾ ചെല്ലുമ്പോൾ ഡോക്ടർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് പറയുന്ന മാതിരി ഈ ഏറ്റവും മിനിമം സമൂഹത്തിൽ ആർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, ഈ ഹോമോസെക്ഷുവാലിറ്റി അതെന്താണെന്ന് ആർക്കും അറിഞ്ഞില്ലെങ്കിലും ഏറ്റവും മിനിമം അറിയേണ്ട ആളുകളാണ് ഇവരൊക്കെ. ഒരു ഡോക്ടർ ഇത് അറിഞ്ഞിരിക്കണം, ഒരു പോലീസുകാരൻ ഇത് അറിഞ്ഞിരിക്കണം എന്ന് പറയുമ്പോൾ ഇത് അവർക്കറിയില്ല. അപ്പോൾ അവരുടനെ ഇവരെ വിളിച്ച്
ഇവർ പാരൻസിൻ്റെ കൂടെ ചേരുന്നൊരവസ്ഥ അതുവരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവർ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ പിന്നെ ആരോട് പറയും? അതാണ് ഇതിലെ വിഷയമായിട്ട് വരുന്നത്. അപ്പം അങ്ങനെ ഒരു ആരുമില്ല, അങ്ങനെ ഒരു സപ്പോർട്ടിനായിട്ട് നിയമം പോലും നമുക്കെതിരെ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് ഈ വിഷയം. അപ്പോഴാണ് നമ്മൾ ഈ സോഷ്യൽ സപ്പോർട്ടിൽ അവർക്കൊരു ഇനീഷ്യൽ സപ്പോർട്ട് അവിടെ വരുന്നത്. അതാണ് നമ്മൾ ചെയ്തു എന്ന് പറയുന്നത്. നൂറ് അല്ലെങ്കിൽ അതിൽ ഈ ഷോയിൽ ജയിക്കുകയാണെങ്കിൽ ആരെങ്കിലും ഒരാൾ, നൂറ് ഒബ്വിയസ്ലി ഇതിൽ കയറി ടോപ്പ് 5 ഫൈനലിസ്റ്റ് ആയിട്ടുണ്ട്. ശരിക്കും ഇവര് ആരെങ്കിലും ഒരാൾക്കാണ് ഈ കപ്പ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ സൊസൈറ്റിക്ക് ഉണ്ടാവുന്ന ഒരു എന്താ പറയാ ഒരു മെസ്സേജ് എന്തായിരിക്കും? ഇത്രയൊക്കെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടും അവരത് തരണം ചെയ്ത് അവര് വളരെ നോർമലായിട്ട് ജീവിക്കുകയാണ്. ഓക്കെ, നമ്മൾ പല ആളുകളും ഇതുപോലുള്ള കാര്യങ്ങളിലൂടെ പോയി അവസാനം പോയി ആത്മഹത്യയിലും ഇതൊക്കെ നിൽക്കുന്നതാണ് നമ്മൾ കാണുക. ഡിപ്രഷനിലാവുന്നു, അങ്ങനെ പല പല ഇതിൽ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അപ്പോൾ ഞാൻ അവരോട് പേഴ്സണലി എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇത് ഇങ്ങനെ ഒരു ഉടനെ പുറത്ത് വരുന്നു ഈ സോഷ്യൽ മീഡിയ ഒരു അറ്റൻഷനും കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഞാൻ ആദ്യം പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഈ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് ഹോമോസെക്ഷൽ ആയതുകൊണ്ട് മാത്രമൊന്നുമല്ല, ആരായാലും പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് ആർക്കാണെങ്കിലും വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ജോലി വിട്ടിട്ടുള്ള ഒരു പരിപാടിക്കും നിൽക്കരുത്. അത് ഒരു ഇനി കുറേ കഴിയുമ്പോൾ ഇനിയിപ്പോൾ ഭയങ്കരമായ വലിയ നിലയിലേക്കൊക്കെ എത്തുമ്പോൾ ജോലിയുടെ ആവശ്യമില്ലെങ്കിൽ നമുക്ക് വിടാം. പക്ഷേ നിലവിൽ അതല്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു ജോലി നമ്മളെപ്പോഴും അതൊരു പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന സാധനമാണ്. ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സക്സസ്ഫുൾ ആവുന്ന ഒരു ഇപ്പോൾ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ 100% സക്സസ് ആയി എന്നൊന്നും അല്ല പറയുന്നത്, പക്ഷെ എന്നാലും അവർ തരണം ചെയ്തത് കാണുമ്പോൾ നമുക്കറിയാം അവർ സർവൈവ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ സർവൈവലിന് അവരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി അവർക്ക് നേടാനായി എന്നുള്ളത് തന്നെയാണ്. എല്ലാ തലത്തിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ ഈ രണ്ട് വ്യക്തികൾ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ അതിൽ ആര് വിജയിച്ച് വരികയാണെന്നുണ്ടെങ്കിലും അത് ഒരാളുടെ ഒരു എഫേർട്ട് എന്നുള്ളതിനേക്കാൾ ഉപരി അവർ ആ മ്യൂച്വലി സപ്പോർട്ട് ചെയ്ത് നിന്ന് അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സക്സസ് ആണ്. അത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ അങ്ങനെയല്ല ഇവിടെ പൊതുവെ കാണുന്നത്. എല്ലാവരും അവരുടെ കാര്യം മാത്രം നോക്കി ഒരു മുന്നോട്ട് മറ്റുള്ള ഒരാളെ ഇങ്ങനെ കുഴി ചാടിക്കുക എന്നൊക്കെ നോക്കിയിട്ടുള്ള ഒരു രീതിയൊക്കെയാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല. അപ്പം ഇതൊരു നല്ലൊരു സർവൈവൽ സ്റ്റോറി ആയിട്ട് ഇത് ഇവിടെ നിലനിൽക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇപ്പം ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് കൂടെ നിൽക്കുന്ന ആൾ ഇൻഫ്ലുവൻസ് ആവും എന്നുള്ള ഒരു ടോക്ക് ഷോയിൽ ഉണ്ടായിരുന്നു. ലക്ഷ്മി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനോട് കുറെ അധികം വീഡിയോസ് അതിനെതിർത്ത് വരുന്നുണ്ട്. ഒരിക്കലും നമുക്ക് ഇൻഫ്ലുവൻസ് ആവുന്ന ഒന്നല്ല അത്, നമുക്ക് മനസ്സിലാവാൻ. കാരണം അത് ആഫ്റ്റർ ഓൾ അതെ തെറ്റിദ്ധാരണകളാണ്. എല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്, അതിൽ വന്നേക്കുന്ന ഒന്ന് മാത്രമാണ്. അപ്പൊ അതിനെപ്പറ്റി എന്താ ഒരു അഭിപ്രായം പറയാൻ? അത് ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ. ഇപ്പൊ നമ്മള് ഇതൊന്നും കണ്ടില്ല എന്ന് വിചാരിക്കാം, ഈ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകളുടെ ജീവിതം ആരും കാണുന്നില്ല എന്ന് വിചാരിക്കുക, എന്നാ ഇവിടെ ഹോമോസെക്ഷാലിറ്റി ഇല്ലാതെയാവും? അങ്ങനെയില്ലല്ലോ. പിന്നെ കുട്ടികൾ കാണേണ്ട ഷോ അത് വേറെ ഉണ്ടല്ലോ, വല്ല കളിക്കൊടുക്കയോ വല്ല മറ്റേ കൊച്ചു TV ഒക്കെ വെച്ച് കൊടുത്താൽ മതി, അങ്ങനെ നിർബന്ധമാണെങ്കിൽ. ഇനി അതല്ല അവരറിഞ്ഞു ഇങ്ങനെ ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ എന്തെല്ലാം ശാസ്ത്രീയമായ കാരണങ്ങളുണ്ട്. അത് ആ മാതാപിതാക്കൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത്. അതിന് പകരം അത് ഒളിപ്പിച്ചു വെക്കുക, അതല്ലെങ്കിൽ തെറ്റായുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക. അത് ചെയ്ത് കഴിയുമ്പോൾ ഈ കുട്ടികൾ അത് വിശ്വസിച്ച് മുന്നോട്ട് പോവുകയും അവർ ഈ ഹോമോഫോബിക്കായി വളരുന്നൊരവസ്ഥയും കൂടി ഉണ്ടാവുകയാണ് ചെയ്യുക. അവർക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഭയമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ ആയിക്കോട്ടെ എന്ത് തന്നെ മാറണമെന്നുണ്ടെങ്കിലും ആദ്യം മിനിമം ചെയ്യേണ്ടത് അതെന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതാണ് ഈ ശാസ്ത്രീയമായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന് നമ്മൾ പറയുന്നത്. ഈ സ്വതന്ത്ര ചിന്തകർ അല്ലെങ്കിൽ ശാസ്ത്ര പ്രചാരകർ പറയുന്നതിൻ്റെ കാരണം അതാണ്. നിങ്ങൾ ആ സാധനം എന്താണെന്ന് പഠിക്കുക എന്നുള്ളതാണ്. അത് ഏത് ഇഷ്യൂ ആയാലും, അതിപ്പോൾ പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, ഇതുപോലുള്ള സോഷ്യൽ ഇഷ്യൂസ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയാലും എല്ലാത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതെന്താണെന്ന് പഠിക്കുക, അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, അതിൻ്റെ എന്താണ് അതിൻ്റെ എവല്യൂഷൻ, എങ്ങനെയാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്, അത് പഠിച്ചാൽ എല്ലാം മനസ്സിലാവും. അപ്പോൾ ഇതിൽ ക്ലിയർ ആയിട്ട് ഒരു സയൻസ് ഉണ്ട്, ഒരു മെഡിക്കൽ സയൻസ് അതിനകത്തുണ്ട്, ഒരു ബയോളജി. അത് മനസ്സിലാക്കിയാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പൊസിഷൻ കാണാൻ കഴിയും. എന്താണത്, നിങ്ങളിതൊന്നും ആരെയും കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഹോമോസെക്ഷൽ ആകാൻ ഉള്ള സാധ്യത ആ ട്രൈറ്റ്സ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അവരായിരിക്കും. കണ്ടതുകൊണ്ട് ഒരാളാവുന്നൊന്നുമില്ല. പക്ഷെ നമ്മളിപ്പോൾ ഇവർ പറയുന്നത് അങ്ങനെയല്ല. ഇവർ പറയുന്ന മറ്റൊരു വശം, ഇവരിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾക്ക് ഇത് ഓപ്പണായിട്ട് പറയാനുള്ള ഒരു ധൈര്യം കിട്ടുമെന്നുള്ളതാണ് ഇവരെ പിന്നത്തെ പേടി. ഞാൻ പറയാതെ ധൈര്യം വേണം, കിട്ടുകയല്ലേ വേണ്ടത്. കാരണം എത്രയോ ഫാമിലീസ് ഇതുപോലെ തകർന്നു പോയിട്ടുണ്ട്.
ഈ ഒരു പ്രശ്നം കാരണം ഈ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകൾ അവരെ നിർബന്ധിച്ച് ഹെറ്ററോസെക്ഷൽ റിലേഷനിലേക്ക് വിടും. ഒരു സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, എന്നാൽ പിന്നെ എന്താ ഉണ്ടാവുക? അവർക്കത് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് പിന്നെ എത്തുക ഇതേപോലെ വല്ല ആത്മഹത്യയിലോ അല്ലെങ്കിൽ അത് ബ്രേക്കായി വലിയ വലിയ പ്രശ്നങ്ങളിലേക്കാണ്. ഡിവോഴ്സ് ആവുന്നത് പിന്നെ ഏതിലും സംഭവിക്കാം. ജീവൻ തന്നെ അപകടത്തിലാവുന്ന അവസ്ഥയിലേക്ക് വരും. കാര്യമായിട്ട് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് കുട്ടികൾക്കാണെങ്കിലും പറഞ്ഞു കൊടുക്കുക, ഇന്നതാണ്, അങ്ങനെ ഉണ്ടല്ലേ. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ അവർ വളർന്നു വലുതാകുമ്പോൾ ഏതെങ്കിലും ഒരു കപ്പിൾ ഇതേപോലെ ഹോമോസെക്ഷൽ ആയിട്ടുള്ള കപ്പിൾ വരുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഇത് ഹോമോസെക്ഷലാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ അത് കാണുമ്പോൾ ഉടനെ അവരെ കളിയാക്കാനോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും ഈ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യാനൊന്നും അവർ നിൽക്കില്ല. അവർക്ക് മനസ്സിലാവും. ഇപ്പോൾ വിദേശത്തൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്നതാണ്. അവിടെയൊക്കെ പോയിട്ട് ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരാളെ കാണുമ്പോൾ ആരും കളിയാക്കാനൊന്നും പോകില്ല. കാരണം അത് അവിടെ നോർമലാണ്. ഈ ഇത്തരത്തിലുള്ള ചർച്ച പോലും അപ്രസക്തമാവും. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ ഷോയിൽ ഇവർ ഇങ്ങനെ സക്സസ്ഫുള്ളി പുറത്തേക്ക് വന്നാൽ, ഈ ഒരു സമ്മാനമൊക്കെ അടിക്കുന്ന ഒരു നിലയിലേക്ക് വന്നാൽ പോലും ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആൾ വന്നു അങ്ങനെ പറയേണ്ട ആവശ്യം പോലും ഇല്ല. 2 മനുഷ്യന്മാർ, അതിലൊരാൾക്ക് കിട്ടി, അത്രയേ ഉള്ളൂ. അവരുടെ ഫാമിലി, അവരുടെ സെക്ഷുവാലിറ്റി ഇതിൽ കൂട്ടിക്കൊടുക്കേണ്ട കാര്യം എന്താ? ഇപ്പം നിങ്ങൾക്ക് വേറെ ഒരാൾ വന്നിട്ട് ഇതേപോലെ സമ്മാനം അടിച്ചു കഴിയുമ്പോൾ ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടിയെന്ന് ആരെങ്കിലും പറയും? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഇത് പറയേണ്ട കാര്യം എന്താ ഉള്ളത്? അതിവിടെ പരാമർശിക്കേണ്ട ആവശ്യം പോലും ഇല്ല. അത് അവരുടെ ബെഡ്റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ, അത് അവർക്ക് വിടുക. ഇതിവിടെ വന്നിട്ട് പറയേണ്ട കാര്യമില്ല. അത് പല കാര്യങ്ങളും ഉണ്ട് അങ്ങനെ പറയേണ്ടാത്തത്. പെണ്ണായതുകൊണ്ട് കിട്ടി, ആണായതുകൊണ്ട് കിട്ടി, ഇതൊന്നും പറയേണ്ട കാര്യമില്ല. ഇപ്പൊ കേരളത്തില് മാക്സിമം ഇതിനെ നമ്മൾ ഒരുപാട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ പലരും ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം പല കൺട്രീസ്, ഇപ്പൊ റഷ്യ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും ഇവരുടെ റൈറ്റ്സ് ഇല്ലാതാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ലാസ്റ്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു സ്പീച്ചിലാണെങ്കിൽ പോലും അദ്ദേഹം ഇവരുടെ റൈറ്റ്സിനെ ഇല്ലാതാക്കാനായിട്ട് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ശരിക്കും ഓർത്തഡോക്സ് ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് എന്തുകൊണ്ടാണ് ഇത്രയും ഓർത്തഡോക്സ് മെന്റാലിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ ഒരു ഐഡന്റിറ്റി ഉണ്ടല്ലോ, ഈ LGBTQ എന്ന് പറയുന്ന ഐഡന്റിറ്റി, അതൊരു പരിധി കൂടുതൽ അത് വെപ്പണൈസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. അത് അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ട്രാൻസ്ജെൻഡേഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ് കൂടുതൽ അത് വരുന്നത്. അപ്പോൾ അതിൽ ഈ ചെറിയ കുട്ടികളെ ഈ ജെൻഡർ റീഅസൈൻമെൻറ്റ് പോലുള്ള വിഷയങ്ങളൊക്കെ ചെറിയ കുട്ടികളിൽ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ട്. ഈ എന്താ പറയുക, 18 വയസ്സിന് മുന്നേ ചെയ്താൽ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ 12 വയസ്സിലൊക്കെ ചെയ്താൽ എങ്ങനെ ഇരിക്കും, എന്നിട്ട് പിന്നെ അവർ വലിയ ആളുകളാവുമ്പോൾ അതിൻ്റെ പേരിൽ അവർ വേണ്ടില്ലായിരുന്നു എന്ന് പറയുന്ന അവസ്ഥ. അങ്ങനെ കുറേ പരാതികളും പ്രശ്നങ്ങളും, അങ്ങനെ അതും ഒരു സൈഡിൽ കൂടെ. അപ്പോൾ ഇതെല്ലാം വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ജാതി വ്യവസ്ഥിതിയുമായി കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്നത് അത് തന്നെയാണ്. അതിൻ്റെ പേരിൽ നിങ്ങൾ എന്തിലും ഏതിലും ഈ ജാതി കൊണ്ടൊന്നും വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെയും സംഭവിക്കുന്നത് അതാണ്. അപ്പം നമ്മൾ പറയുന്നത് അത് ഇവർ തിരിച്ചറിയണം, ഈ LGBTQ കമ്മ്യൂണിറ്റി. അത് കേരളത്തിലും ഇന്ത്യയിലൊന്നും അത്രയും പ്രശ്നമായിട്ടില്ല ഇപ്പോഴും. പക്ഷെ ഭാവിയിൽ അതും ഇവിടെ സംഭവിക്കാം, ആ രീതിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പൊ LGBTQ+++ എന്ന് പറഞ്ഞ് കുറെ അധികം ജെൻഡേഴ്സ് വന്നിട്ടുണ്ട്. അപ്പം ശരിക്കും ഇപ്പം ആളുകൾ പറയുന്നത് സെക്സ് എഡ്യൂക്കേഷൻ എന്താണെന്ന് കൊടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരെ എത്തി നിൽക്കുന്നു എന്ന് വരെ കേൾക്കുന്നുണ്ട്. അതാ പറഞ്ഞ, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. പക്ഷെ അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള റൈറ്റ്സ് അത് സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അതിന് ഏറ്റവും മിനിമം വേണ്ടത് ഹോമോഫോബിയ എന്ന് പറയുന്ന സാധനം, അതുപോലെ ട്രാൻസ്ഫോബിയ, അതിനെതിരെ നമ്മൾ പറയുന്നുള്ളതാണ് നമ്മൾ ഏറ്റവും മിനിമം ചെയ്യുന്നത്. ഇപ്പം ഇവരിപ്പോൾ ഈ ബിഗ് ബോസിലേക്ക് സെലക്ഷൻ കിട്ടി, അതിലേക്കും നൂറയ്ക്കും കിട്ടി. അത് താങ്കളുടെ അടുത്ത് വന്ന് ഇവർ പറഞ്ഞിരുന്നോ ഞങ്ങൾ ഇങ്ങനെ ഒരു ഷോയ്ക്ക് പോവാണ്? ആരെങ്കിലും എതിർപ്പ് പറഞ്ഞിരുന്നോ? പോകണ്ട, ഇപ്പൊ പറഞ്ഞതിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം വേണ്ടതാണ്. അപ്പം ജോലി ഉപേക്ഷിച്ച് ഇങ്ങനെ ഒരു ഇതിലേക്ക്, ജോലിയിൽ നിന്ന് ഇത്രയും നാള് വിട്ടു നിന്ന് ഇങ്ങനെ ഒരു ഇതിലേക്ക് പോകുമ്പം അത് വേണ്ട എന്ന് പറഞ്ഞിരുന്നോ? വേറെ ആരെങ്കിലും പറഞ്ഞു എന്ന് എനിക്കറിയില്ല, ഏതായാലും ഞാൻ പറഞ്ഞിട്ടില്ല. കിട്ടിയ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സംഭവം ആകുമ്പോൾ അവർക്കത്, പിന്നെ അവർ കുറേ കൂടിയും എക്സ്ട്രോവേർട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആളുകൾ. അവർ ക്ലാരിറ്റി കിട്ടി അവർ തന്നെ ചെയ്യും. അതാണ് ഇപ്പോൾ അവിടെയും കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് നമ്മളുടെ അഭിപ്രായം ചോദിച്ചു, നല്ലതാണ്, പോവാം. പിന്നെ ജോലി ലീവ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് പിന്നത്തെ വിഷയം ഉണ്ടായിരുന്നത്. അത് കിട്ടിയെന്ന് പറഞ്ഞു, ഓക്കെ. പിന്നെ കൂടുതൽ നമുക്ക് അതിനകത്തൊന്നും പറയാനില്ലല്ലോ. ശരിക്കും അങ്ങനെ ഒരു ഷോയിലേക്ക് പോകുമ്പം ഇപ്പം അവർ നോർമൽ ലൈഫിലേക്ക് വന്ന ഒരു ടൈമാണ്, വീണ്ടും ഇങ്ങനെ ഒരു ഓഡിയൻസിന്റെ ഇടയ്ക്കിലേക്ക്, അതായത് മലയാളികളുടെ ഇടയ്ക്കേക്കാണ് ചെല്ലുന്നത് ഇങ്ങനെ ഒരു ഷോയിലേക്ക്. അപ്പൊ വീണ്ടും ഇവരൊരു സംസാര വിഷയമാകും എന്നൊരു പേടി എന്തെങ്കിലും ഇതുപോലെ ഉണ്ടായിരുന്നോ? അതെ, അത് കൂടുതൽ ഈ, കാരണം ഈ ഒരു സോഷ്യൽ മീഡിയ ലിഞ്ചിങ് എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അത് കൈകാര്യം ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല. ഭയങ്കര പാടുള്ളൊരു കാര്യം, ഭയങ്കര ഡ്രെയിനിങ് ആണ്, അത് എക്സോസ്റ്റിംഗ് ആണ്. പിന്നെ ഇവർക്കിപ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവർ കാണുന്നില്ലല്ലോ, ബാക്കിയുള്ളവരല്ലേ കാണുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ ഒരു കുഴപ്പമില്ല. അവർ കാണുന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാവും അത്. ഇവർക്കെതിരെ വരുന്ന കാര്യങ്ങൾ, കമൻസ്, അത് ഇതൊക്കെ കാണും. പല രീതിയിലുള്ള സാധനങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നത് അത് കുറേ കുറഞ്ഞു എന്നാണ് തോന്നുന്നത്. കുറേ
മാറിയിട്ടുണ്ട് അത് അവരെന്താണ് എന്നുള്ളത്. കാരണം ഇത് അറിയില്ലല്ലോ ആളുകൾക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള ഷോസ് കൊണ്ടുള്ള ഒരു ഗുണം ഞാൻ കാണുന്നത് അതാണ്. ഈ ഒരു ലെസ്ബിയൻ കപ്പിൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക, എങ്ങനെയാണ് അവർ ജീവിക്കുക എന്നുള്ളത് ആർക്കും അറിയില്ല സത്യം പറഞ്ഞാൽ. ഒരു ഹോമോസെക്ഷൽ ആയിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ്, അവരെങ്ങനെയാണ് എന്നുള്ളത് ആർക്കും അറിയാത്ത ഒരു കാലത്ത് ഇവരിത് ചെയ്യുമ്പോൾ ഈ പറയുന്ന ഷോയിൽ അത് വരുമ്പോൾ ഇത് കുറേ ആളുകൾക്ക് അതൊരു കണ്ണ് തുറന്ന് കാണാൻ പറ്റുന്ന ഒരു വേദിയായിട്ട് മാറിയിട്ടുണ്ട്. കുറേ അധികം വിവാദങ്ങൾ വരുന്നത് ഒന്ന് നമ്മൾ വീഡിയോസ് കണ്ടത്, കുറെ യൂട്യൂബേഴ്സ് ഉണ്ട് അവർ വീഡിയോസ് ചെയ്യുന്നത് കണ്ടത്, ഒന്ന് ആദിലയും നൂറയും ഒരുമിച്ച് കണ്ടസ്റ്റൻസ് ആയിട്ട് പോയത്, അവർക്ക് രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയിട്ട് നിന്നാൽ ഇവരുടെ റിലേഷൻഷിപ്പ് നിന്നു പോകും, അതായത് അവസാനിക്കും എന്നുള്ളത് കൊണ്ടാണെന്നാണ് നമ്മൾ ഒന്ന് കണ്ടത്. രണ്ട്, ഈ പറഞ്ഞ പോലെ തന്നെ നൂറയ്ക്ക് ഫാമിലിയോട് ഭയങ്കരമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഇപ്പോഴും ഉണ്ട്. പക്ഷെ ആദിലേനെ പേടിച്ചിട്ടാണ് നൂറ ആദിലയായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്. ഇങ്ങനെയുള്ള പല തരത്തിലുള്ള വിവാദങ്ങള് പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പറ്റും, നൂറയായാലും ആദിലാണെങ്കിലും അവരുടെ സഹോദരങ്ങളോടൊക്കെ അവർ വലിയ സ്നേഹത്തിൽ തന്നെയാണ്. അവർ ഇടയ്ക്ക് വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യാറുണ്ട്. അവരുടെ സിസ്റ്ററും ഒക്കെ വിളിക്കുന്നതൊക്കെ എനിക്കറിയാം. പക്ഷെ പാരൻസും അവരുടെ മറ്റ് ചില ബന്ധുക്കളൊക്കെയാണ് ഇതിലെ വിഷയം. അതവിടെ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പൊ ഈവൻ എന്തോ ഫാമിലി റൗണ്ടിൽ അവർ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് പോലും അവർ വന്നില്ല എന്നൊക്കെയാണ് അറിയാം. അതിന്റെ അർത്ഥം എന്താണ്? അവർക്ക് ഇത്രയും സ്നേഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ചെല്ലല്ലേ വേണ്ടത്, എന്നിട്ട് അവർക്ക് പറയാനുള്ളത് പറയാലോ. അപ്പൊ അത് വന്നിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം അവർക്ക് ഇപ്പോഴും എന്തോ ഒരു സംഗതി അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതൊരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റുള്ള കാര്യങ്ങൾ അതൊക്കെ ആളുകൾ കുക്കപ്പ് ചെയ്തുണ്ടാക്കുന്ന സംഗതികളാണ്. അത് അവരുടെ ചില ഇമാജിനേഷൻ, ഈ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നമുക്ക് എളുപ്പമാണ്, അതിന്റെ പേരിൽ വരുന്നതാണ്. നമ്മളത് കാര്യമായിട്ട് എടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ടോപ്പ് 5 ഇപ്പൊ നൂറ് എത്തിയിട്ടുണ്ട്. അപ്പം ഇവർക്ക് ഇടയിൽ എന്തെങ്കിലും, ഇപ്പം അതിലിപ്പം ടോപ്പ് 7 ഇപ്പൊ വന്ന് നിൽക്കുന്ന കണ്ടസ്റ്റന്റുമാണ്. ശരിക്കും ഇപ്പൊ 5 എത്തിയില്ല, ആരെങ്കിലും ഒരാൾ ഔട്ട് ആവുകയാണ് എന്നുണ്ടെങ്കിൽ ഇവർക്കിടയിൽ എന്തെങ്കിലും ഒരു മത്സരം ഉണ്ടാവോ? അങ്ങനെയൊന്നുമില്ല. അത് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തുടക്കത്തിലേ തൊട്ടുണ്ടാവണം. അല്ല, അവർ വളരെ സപ്പോർട്ടീവ് അല്ലേ മ്യൂച്വലി. അവർക്ക് അതിലേക്കും അറിയാം ആരാണ് ഫൈനലി എത്താൻ പോകുന്നതെന്നുള്ളത്. അതിലേക്കും അറിയാമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ അത്രയ്ക്ക് എന്താ പറയാ, അങ്ങനെ ആ രീതിയിലല്ല അവരുടെ പേഴ്സണാലിറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡോക്ടർ ആയിരുന്നു. ഞാനൊരു ഹോമിയോ ഡോക്ടർ ആയിരുന്നു. ഇപ്പൊ അതില്ല, അത് ഡോക്ടറേ അല്ല, ഇപ്പൊ വെറും ആരിഫാണ്. ഡോക്ടർ പദവി അവർ എടുത്തു കളഞ്ഞു. എന്തുകൊണ്ടായിരുന്നു? അത് ഹോമിയോപ്പതിനെ വിമർശിച്ചതിന്റെ പേരില്. അത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറയുന്ന കാര്യമാണ്. ആർട്ടിക്കിൾ 51A(h) പ്രകാരം ഈ ശാസ്ത്രീയ മനോവൃത്തി അത് വേണം. അതുപോലെ ആ ഒരു എന്താ പറയാ, ആ രീതിയിലാണ് നമ്മൾ റിഫോം ഇതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് നമ്മളെപ്പോഴും ഇതിൽ നമ്മളൊരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണത് ഓരോ പൗരൻ്റെയും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മുന്നിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ അസസ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ശരിയും തെറ്റുകളും നമുക്ക് പറയാം. ഫ്രീ സ്പീച്ച് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെ വിമർശിച്ചപ്പോൾ അത് അവർ വലിയ കേസൊക്കെ കൊടുത്തു. അങ്ങനെ അത് കുറേ നാളായിട്ട് അത് ആദ്യം ഒന്ന് അവർ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ നിർത്തുമെന്ന് വിചാരിച്ചു, നമ്മൾ പിന്നെയും ചെയ്തു. അപ്പോൾ അവർ വാണിംഗ് തന്നു, അപ്പോൾ അവർ നിർത്തുമെന്ന് വിചാരിച്ചു, നമ്മൾ നിർത്തിയില്ല, പിന്നെയും ചെയ്തു. അപ്പോൾ അവർ എടുത്തു കളഞ്ഞു. അതാണുണ്ടായി. ഓക്കെ. എനിവേ, നമുക്ക് കുറേ അധികം ഇൻഫർമേഷൻസ്, അതായത് ഇപ്പോൾ LGBTQ ആണെങ്കിലും ഹോമോസെക്ഷുവാലിറ്റി ആണെങ്കിലും എല്ലാം നമുക്ക് കുറച്ചധികം ഇൻഫർമേഷൻസ് സാർ തന്നു. ഇനിയാണെങ്കിലും സൊസൈറ്റി തിങ്ക് ചെയ്യട്ടെ, ദേ ഓൾ ആർ ഹ്യൂമൻ ബീങ്സ് എന്നുള്ളതൊന്ന് തിങ്ക് ചെയ്യാനുള്ള ഒരു നിലയിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക്. ഇപ്പോൾ ഇന്ത്യ നമ്മൾ മൊത്തത്തിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ സിറ്റീസിലൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മെട്രോസ് സിറ്റീസ് എന്നൊക്കെ പറയുന്നിടത്ത് ഒരു വലിയ മാറ്റമാണ്. പിന്നെ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ പിന്നെ എല്ലാം ഒരു വലിയ സിറ്റി മാതിരി ആയതുകൊണ്ട് കുറേയും കൂടി ആളുകൾ ഇതൊക്കെ അറിയുകയും ചർച്ച ചെയ്യുന്നൊരു വേദിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊരു ക്ലാരിറ്റിയൊക്കെ നമുക്ക് വന്നാൽ അത് ഇന്ത്യക്ക് തന്നെ മൊത്തത്തിൽ അത് ഏറ്റെടുക്കാൻ പറ്റുന്നൊരു സംഗതിയായിട്ട് മാറും. പിന്നെ ഇവർ ആ വന്ന സമയത്ത് എൻ്റെ ഓർമ്മ, ചില പരസ്യ കമ്പനികളൊക്കെ ഇവർ കൊണ്ടുപോയും ഇതിൻ്റെ എന്താണ് ബ്രാൻഡ് അംബാസഡേഴ്സ് ആക്കുന്ന രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ കൂടുതൽ കേരളത്തിന് വെളിയിലുള്ള ആളുകൾ ആണ് നേരിട്ട്. ഇപ്പോൾ ബാങ്ക്സ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെയൊക്കെ വരും. അതിപ്പോൾ ഇവരുടെ ഐഡൻറ്റിറ്റി ഇങ്ങനെ ആയതുകൊണ്ടല്ല, ആസ് എ പേഴ്സൺ ഇവരെ അങ്ങനെ ഉപയോഗിക്കാം. അങ്ങനെയുള്ള ഒരു മാർക്കറ്റിംഗ് ആ ഒരു ഫേസ് ആയിട്ട് അവർക്ക് വെക്കാവുന്ന ആളുകളാണ്. ആ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടിയാൽ അത്രയും നല്ലതാണ്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. ഇത് മാറും, ഒരുപാട് മാറ്റം ഓൾറെഡി വന്നിട്ടുണ്ട്. ഈ ഒരു 100 ദിവസത്തിൻ്റെ ഇടയിൽ തന്നെ ഇത്രയും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഇനി കുറേയും കൂടി എളുപ്പമായിരിക്കും. അത് വലിയ തോതിൽ അത് സ്പീഡ് കൂടിയിട്ടുണ്ട് അതിൻ്റെ ഒരു സംഗതിയിൽ. ആ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ്. താങ്ക് യു ഫോർ യുവർ ടൈം. എന്താണെങ്കിലും ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ തന്നതിലും താങ്ക് യു സോ മച്ച്. താങ്ക് യു.